പെസഹ പെരുന്നാളിൻ്റെ ഏറ്റവും പരിശുദ്ധിയിലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാനിന്ന് പ്രസംഗിക്കാൻ നിൽക്കുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാസ് ഓവർ, കടന്നു പോവുക. ചെറിയ ചില ചിന്തകൾ പെസഹായെക്കുറിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. പെസഹായിക്കാണല്ലോ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഒന്ന് ശ്രദ്ധിക്കുക. മിസ്രൈമിലെ കഷ്ടതയിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് വിമോചനത്തിന്റെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് കഷ്ടതയിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പെസഹ ആചരിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. പെസഹ നീ ആചരിക്കണം. താഴെ ചില നിബന്ധനകൾ കൊടുത്തു. ഇങ്ങനെയാണ്: മിസ്രൈമിലെ കഷ്ടതയിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നതിനാൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ പ്രതീകമായി ആബീബ് മാസം 14-ാം തീയതി നീ പെസഹ ആചരിക്കണം. വീണ്ടും, തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള എന്നേക്കുമായിട്ടുള്ള ഉടമ്പടിയാകുന്നു ഇത്. എത്ര നാളത്തേക്കാണ്? തലമുറ തലമുറയായി എന്നേക്കുമുള്ള ഉടമ്പടി. അപ്പോൾ നിന്റെ മക്കൾ ചോദിക്കും, എന്തിനാണ് ഇത് ആചരിക്കണമെന്ന് ചോദിക്കും. നീ അവരോട് പറയണം, മിസ്രൈമിലെ കഷ്ടതകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ കാനാൻ ദേശത്തിന്റെ മോചനത്തിൽ എത്തിച്ചതിന്റെ ഓർമ്മയായി പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി മക്കൾ എന്നും പാലിക്കേണ്ടതിന് വേണ്ടി ഈ പെസഹ പെരുന്നാൾ ആചരിക്കണമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് നീ നിന്റെ മക്കളോട് പറയണം. നീ മിസ്രൈമിലായിരിക്കുമ്പോൾ ആചരിക്കണം, നീ കാനാനിൽ എത്തിച്ചേർന്നാലും ആചരിക്കണം. സംഖ്യാപുസ്തകത്തിൽ ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാനാനിൽ എത്തിച്ചേർന്നാലും പെസഹ ആചരിക്കാൻ മറക്കരുത്. അപ്പോൾ നിന്റെ മക്കൾ ഇനി എന്തിനെന്ന് ചോദിച്ചാൽ നീ പറയണം, കഷ്ടതകളിൽ കൂടെ ഇരുന്ന ദൈവത്തെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മോശയെ സീനായി മലയുടെ മുകളിലേക്ക് വിളിച്ച കർത്താവ് പറഞ്ഞു, ഈ പെസഹ എന്ന് പറയുന്നത് എന്റെ സ്മൃതി നിങ്ങളിൽ നിലനിൽക്കാനാണ്. എന്റെ ഓർമ്മ എന്നേക്കും തലമുറ തലമുറയായി നിങ്ങളിൽ നിലനിൽക്കാൻ പെസഹ ആചരിക്കണം. ഒന്നുകൂടി, എന്ത് നിലനിൽക്കാൻ? യഹോവയുടെ ഓർമ്മ നിലനിൽക്കാൻ തലമുറ തലമുറയായി ആചരിക്കണം. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിന്റെ ഉടമ്പടിയാണ്. തലമുറ തലമുറയായി ആചരിക്കണം, ഒരിക്കൽ പോലും മുടങ്ങാൻ പാടില്ല. 2, എങ്ങനെ ഇത് അനുഭവിക്കണം? ഒരാടിനെ കൊണ്ടുവരണം, വീട്ടുകാരെല്ലാവരും കൂടെ വെട്ടിനുറുക്കി അതിനാവശ്യമായ രീതിയിൽ എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമോ ആ രീതിയിൽ ആചരിക്കണം. ഒരു ചിട്ടയും കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 12 ഇങ്ങനെ പറഞ്ഞു, നീ പെസഹ ആചരിക്കുന്നത് എങ്ങനെയായിരിക്കണം? അരകെട്ടി കയ്യിൽ വടി പിടിച്ച് ചെരുപ്പിട്ടുകൊണ്ട് പെസഹ ഭക്ഷിക്കണം. അത് തിടുക്കത്തിൽ ഭക്ഷിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനാണ് ഇതിന്റെ അർത്ഥം വിശദീകരിച്ചു തന്നത്. നീ അരകെട്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ സത്യം കൊണ്ട് നീ അരകെട്ടിക്കൊള്ളണം. ചെരുപ്പിടണമെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ സുവിശേഷത്തെ നീ ധരിക്കണം. വടിയെടുക്കണമെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് കാണിച്ചു കൊടുത്ത വിശ്വാസത്തിന്റെ ബോധ്യം എടുത്തു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ, സത്യസുവിശേഷത്തിൽ സമാധാനപരമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അനുഭവിക്കേണ്ടതാണ് യഹോവയുടെ പെസഹ. ഒന്നാമത്തെ പെസഹ അങ്ങനെ അവർ ആചരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ആരൊക്കെയാണ് പെസഹ ആചരിക്കേണ്ടത്? മോശ ദൈവത്തോട് ചോദിച്ചു, ആരൊക്കെയാണ് അനുഭവിക്കേണ്ടത്? ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നീ ആചരിക്കണം, ഇസ്രായേൽ മുഴുവൻ ആചരിക്കണം. എന്നാൽ ഒരു അപരിച്ഛേദിതൻ പോലും ഇത് അനുഭവിക്കരുത്. സകല ജനങ്ങളും ഇത് അനുഭവിക്കണം, അപരിച്ഛേദിതൻ ഇത് അനുഭവിക്കരുത്. ഏതെങ്കിലും ഒരു വിജാതീനി പെസഹ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പരിച്ഛേദനം സ്വീകരിച്ചിട്ട് ഇത് അനുഭവിക്കണം. അടുത്തത്, ആരെങ്കിലും പെസഹ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പരിച്ഛേദനം സ്വീകരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്റെ ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വരുമ്പോൾ ആ വിശുദ്ധ കൂട്ടത്തിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരുത്തൻ പോലും ഇത് അനുഭവിക്കരുത്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഭ പറയുന്നു, പുണ്യപ്പെട്ട കുംഭസാരത്തിൽ ചേരാത്ത ഒരുവന് പോലും ഇതിന് യോഗ്യതയില്ല. രണ്ടാമത്തെ പെസഹ ആചരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ചില സംശയങ്ങൾ വന്നു. സംഖ്യാപുസ്തകം 9-ാം അധ്യായം. പെസഹായുടെ കാലഘട്ടമായപ്പോഴേക്കും ചില ആളുകൾ ശവശരീരത്തെ സ്പർശിച്ചു. ഒരു യഹൂദൻ ശവശരീരത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് അശുദ്ധനാണ്. അശുദ്ധരായ മനുഷ്യർ മോശയോട് വന്ന് ചോദിച്ചു, അല്ലയോ പ്രഭു, അശുദ്ധരായ ആളുകൾക്ക് സമാഗമന കൂടാരത്തിന്റെ അടുത്തേക്കോ ബലിയുടെ അടുത്തേക്കോ വരാൻ പാടില്ലല്ലോ. ഇതാ പെസഹായുടെ നാളിൽ മുടങ്ങാത്ത ഉടമ്പടിയായി ദൈവം ഞങ്ങളോട് കൽപ്പിച്ച ഈ പെസഹ പെരുന്നാളിന്റെ നാളിൽ ഞങ്ങൾ അശുദ്ധരാണ്, എന്ത് ചെയ്യും? ചോദ്യം ന്യായമായതുകൊണ്ട് മോശയ്ക്ക് ഉത്തരം അറിയില്ല.
എന്താണ് മറുപടി പറയേണ്ടെന്ന് അറിയാത്തതുകൊണ്ട് മോശ ഒരു കാര്യം ചെയ്തു. നിങ്ങളുടെ ചോദ്യം ന്യായമാണ്, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. അവൻ യഹോവയോട് ഒന്ന് ചോദിച്ചു, ജനം ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു, എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, അവൻ പരദേശിയോ അശുദ്ധനോ ആയിക്കൊള്ളട്ടെ, പെസഹ മുടങ്ങാൻ പാടില്ല. അവൻ പരദേശി ആയിക്കൊള്ളട്ടെ, അശുദ്ധനായിക്കൊള്ളട്ടെ, ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനാണെങ്കിൽ പോലും ഞാനും എൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടി മുടങ്ങാതിരിക്കാൻ പെസഹ മുടങ്ങരുത്. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള തലമുറയെ നിലനിൽക്കുന്ന എന്നേക്കുമുള്ള ഉടമ്പടിയാണ്. ഉടമ്പടി ലംഘിക്കരുത്. പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവരും പെസഹ കുർബാന അനുഭവിക്കാനാണ്. വരാതിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ബോധ്യം കൊടുക്കണം. ഇത് തലമുറയായി യഹോവയോട് ചെയ്ത ഉടമ്പടിയാണ്. ഒരുവൻ പോലും മാറി നിൽക്കാൻ പാടില്ല. ഒരേ ഒരു നിബന്ധന, ഇതിൽ പരിച്ഛേദനം, കുംഭസാരം സ്വീകരിച്ചിരിക്കണം. അടുത്തത് നമ്മളൊരു ചിന്തയിലൂടെ ഇതങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്തിനാണ് ആണ്ടുകുംഭസാരം എന്നൊക്കെ പറയുന്നത്? സഭ പറഞ്ഞ ആണ്ടുകുംഭസാരം നടത്താത്തവൻ സഭാവിശ്വാസത്തിന് യോഗ്യനല്ല. അപ്പം നമ്മളെന്തിനാണ് ആണ്ടുകുംഭസാരം നടത്തുന്നത്? എന്തിനാണ്? പൊതുയോഗത്തിലിരിക്കാൻ. സഭ ആദ്യം പറഞ്ഞു പൊതുയോഗത്തിലിരിക്കാൻ പോലും, വിശുദ്ധ കുർബാന സ്വീകരിപ്പിക്കാൻ പോലും യോഗ്യതയില്ലാത്തവൻ പള്ളിയുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട. അപ്പോൾ ആളുകൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, ആണ്ടുകുംഭസാരം നടത്താൻ തുടങ്ങി. പൊതുയോഗത്തിലിരിക്കുകയാണ് പ്രധാനപ്പെട്ട അജണ്ട. വീട് കുദാശ നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ട. മകളുടെ കല്യാണം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ട. ഈ ഓർമ്മ മറന്നുപോയി. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചു കൊള്ളണം. എന്തിനാ വർഷത്തിലൊരിക്കൽ ഈ കുർബാനയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ആണ്ടിലൊരിക്കൽ എൻ്റെ സ്മൃതി നിന്നിലുണ്ടായിരിക്കണം നിർബന്ധമായും. നീ എന്താ ഓർക്കേണ്ടത്? ഇന്നലകളിൽ കഷ്ടതകളിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തൊരു ദൈവമുണ്ടെന്ന് ഓർക്കാൻ ഇത് നീ മറക്കരുത്. ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇന്നലകളിലെ കഷ്ടതകളും പട്ടിണികളും ദുരിതങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായിട്ട് ഇന്ന് സ്വസ്ഥനായെങ്കിൽ നീ പെസഹ ആചരിക്കാൻ മറക്കരുത്. കാരണം എന്തെന്നറിയോ? ഇന്നലെ നിന്നെ സഹായിച്ചത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് നീ പെസഹ മുടങ്ങരുത്. ഇത് ദൈവം കൊടുത്തിരിക്കുന്ന വചനമാണ്. ഇത് പെസഹയുടെ ഒരു ഭാഗം. അതിൻ്റെ അടുത്ത ഭാഗം, ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നിർബന്ധമായും ഒരു വിശ്വാസി പെസഹ ആചരിച്ചിരിക്കണം. പെസഹ വർഷത്തിലൊരിക്കൽ നിർബന്ധമാണ്. കാരണം കഷ്ടതകളിൽ നിന്ന് വീണ്ടെടുത്ത കരങ്ങൾ യഹോവയുടേതായതുകൊണ്ട്. ഇതാ മിശിഹ പോലും പെസഹ മുടങ്ങിയില്ല. അവിടുന്ന് പെസഹയുടെ നാളെത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അവൻ പെസഹ ആചരിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് പറഞ്ഞു, പെസഹ മുടങ്ങരുത്, നമുക്ക് പെസഹ നടത്തണം. എവിടെയാണ് ഞങ്ങൾ പെസഹ ആചരിക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, ഇതാ സജ്ജീകൃതമായ ഒരു മാളിക എനിക്ക് പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിയിടണം. സജ്ജീകൃതമായ ഒരു മാളികയിൽ യഹോവയുടെ പെസഹ യേശു അർപ്പിക്കുകയാണ്. കുഞ്ഞാടിനെ വെട്ടി ഒരുക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് മിശിഹ കുഞ്ഞാടായി മാറി നിന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു പുതു കുഞ്ഞാടായി മാറി നിന്നിട്ട് അവൻ പറഞ്ഞു, ഇതാണ് ഇനി മുതൽ നിന്റെ പെസഹ. ഇസ്രായേലിന്റെ പെസഹായുടെ ദിവസം ആബീബ് മാസം 14-ാം തീയതി അഥവാ പെസഹ പെരുന്നാളിന്റെ ദിവസം മിശിഹ സെഹിയോൻ മാളികയിൽ ഒരു കുഞ്ഞാടിനെ പോലെ മാറ്റപ്പെട്ടു. അവിടുന്ന് ദ ബലിയായി തീർന്നു. ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരെയൊക്കെയാണ് അവൻ ഈ പെസഹായിക്ക് ക്ഷണിച്ചത്? പെസഹായിക്ക് അവൻ ആരെയൊക്കെ ക്ഷണിച്ചു? 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും ക്ഷണിച്ചവനാണ്. 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സകലരെയും ക്ഷണിച്ചവനാണ്. എന്നാൽ ഇതാ ഈ പെസഹ പെരുന്നാളിന് അവൻ ക്ഷണിച്ചത് 12 അപ്പോസ്തലന്മാരെ മാത്രം. അതും സജ്ജീകൃതമായ ഒരു മാളികയിൽ മാത്രം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. തന്നെ അനുഭവിച്ചറിഞ്ഞവർക്ക്, താൻ പ്രവർത്തിക്കുന്നതും തൻ്റെ ആത്മാവിനെ മനസ്സിലായവർക്കും മാത്രം, തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തി കിട്ടിയവർക്ക് മാത്രമുള്ളതാണ് പെസഹായുടെ ഉടമ്പടിയിലുള്ള പങ്കുചേരൽ. അതുകൊണ്ടാണ് പരദേശി ഇതിൽ പങ്കുചേരലെന്ന് പറഞ്ഞത്. കർത്താവ് പോലും അത് തെറ്റിച്ചില്ല. സഹോദര, സ്നാനം സ്വീകരിച്ചെങ്കിലും പാപത്തിൽ വീണിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ കടന്നു വരാതെ ഈ പെസഹ നീ എങ്ങനെ അനുഭവിക്കും? തരില്ല എന്ന് ഒരു പുരോഹിതനും പറയില്ല. കാരണം വഞ്ചനയുടെ ആത്മാവുള്ളിൽ സൂക്ഷിച്ച പൊന്നു ശിഷ്യനായ യൂദാ പോലും പെസഹാപ്പത്തിന് കൈനീട്ടിയപ്പോൾ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർണ്ണതയോടെ അവന് വിളമ്പിക്കൊടുത്ത യേശു തമ്പുരാൻ നിഷേധിക്കാത്തത് ഒരു പുരോഹിതനും നിഷേധിക്കില്ല. പക്ഷെ നീ ശ്രദ്ധിക്കണം, നിർമ്മലതയോടെ ഇത് സ്വീകരിക്കാൻ നിനക്ക് ഒരുക്കമില്ല എങ്കിൽ, യൂദ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തിന്മയുടെ അരൂപി കൊണ്ട് അവൻ ബന്ധിക്കപ്പെട്ടു പോയി. നിനക്ക് കൃപ വേണമെങ്കിൽ നീ നിന്നെ ശുദ്ധീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് മുടങ്ങരുത്. അവസാനത്തെ ചിന്ത, ആദ്യം യഹോവ, ഇങ്ങനെ നമ്മൾ അങ്ങ് അവസാനിപ്പിക്കുന്നു. ആദ്യത്തെ ചിന്ത, യഹോവ ഇസ്രായേലിനോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഈ പെസഹ ആചരിക്കണം, തലമുറയായി എന്നെ ഓർക്കാൻ. ഇതാ സെഹിയോൻ മാളികയിൽ നിന്ന് മിശിഹ മനോഹരമായി ഈ നിയമം ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുത്തു. ഇതാ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾ അർപ്പിച്ചുകൊള്ളുവീൻ. പിതാവ് പറഞ്ഞത് പുത്രൻ ഒന്നുകൂടെ വെളിപ്പെടുത്തി കൊടുത്തു, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. എങ്ങനെയാണ് യഹോവയെ ഓർക്കുക? അതാണ് ഈ കുമ്പസാരത്തിന്റെ പ്രസക്തി. എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തെ ഓർക്കുക? ഇങ്ങനെ ഓർക്കുക, ദൈവം ഉണ്ടായിരുന്നു, മരിച്ചു, ക്രൂശിൽ തൂക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ ഓർമ്മ തെറ്റാണ്.
അങ്ങനെ ഓർക്കുന്നതല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ഡേ ഓഫ് റിമെമ്പറൻസ്, പരിപൂർണമായ ഓർമ്മയുടെ ദിവസം. അവൻ എനിക്ക് വേണ്ടി ആയിരുന്നു, ഞാൻ അവന്റെ വിശുദ്ധിയെ അനുഭവിക്കുന്നു, അവന്റെ വിശുദ്ധിയെ ഞാൻ അനുസ്മരിക്കുന്നു. ഇതിനാണ് ഓർമ്മ എന്ന് പറയുക. ആരെങ്കിലും അവന്റെ വിശുദ്ധിയെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തം പാപങ്ങളെ ഓർക്കുക എന്നുള്ളതാണ്. ഇതാ യെശയ്യാ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വിശുദ്ധനായ ദൈവത്തെ കണ്ടു. യെശയ്യാ സ്വന്തം പാപങ്ങൾ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞു. സഹോദരങ്ങളെ, സഭ വർഷത്തിൽ ഒരിക്കൽ നീ കുമ്പസാരിച്ച് പെസഹ ആചരിക്കണമെന്ന് പറയുന്നത് മറ്റു കുർബാനയ്ക്ക് കുറവുള്ളത് കൊണ്ടല്ല, നിന്റെ ദൈവം നിന്നെ വീണ്ടെടുത്തു എന്നുള്ളത് നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ പലരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, ധിക്കാരങ്ങൾ ഉണ്ടാകാം, അറിവുകേടുകൾ ഉണ്ടാകാം. സ്നേഹപൂർവ്വം അറിവിന് വേണ്ടി പറയട്ടെ, സഹോദര സഹോദരി, ഈ പെസഹ മുടക്കുവാൻ നീ എപ്പോഴെങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞാൽ, ചിന്തയില്ലാതെ ബോധ്യങ്ങളില്ലാതെ മുടക്കി കഴിഞ്ഞാൽ ഉടമ്പടി നീ ലംഘിക്കുന്നുവല്ലോ. ഉടമ്പടി ലംഘിക്കുവാനല്ല, ഉടമ്പടി പാലിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ കഴുകൂ, ഈ മാളികയിൽ പ്രവേശിക്കൂ. അവസാനത്തെ വചനം ഇങ്ങനെയാണ്: സജ്ജീകൃതമായ ഒരു മാളികയിൽ പെസഹ തിരുനാൾ. ഏതാണ് ഈ മാളിക? ഞാൻ തന്നെയാണ് ഈ മാളിക. അവനിതാ ഒരുക്കപ്പെട്ടതായ മാളികയെ കണ്ടത് എന്നെ തന്നെയായിരിക്കണം. എൻ്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു ബലി പെസഹായുടെ യാഗമായി ഉടമ്പടിയെ തീരട്ടെ. കർത്താവ് ഈ പെസഹ വിശുദ്ധിയോടെ അനുഭവിപ്പാൻ നമ്മളെ യോഗ്യരാക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.